ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഇപ്പോൾ നമ്മുടെ 32ാമത്തെ ലെവലിലെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഹാർഡ് സ്റ്റിയറിങ്ങിന് കാരണമാകുന്നത് എന്താണ്? മോശമായി തേഞ്ഞ ടയർ, അളവിൽ കൂടുതൽ വായു ടയറിൽ നിറക്കുന്നത് കൊണ്ട്, ടയറിൽ വായു അളവിൽ കുറഞ്ഞു പോയത് കൊണ്ട്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു ട്രക്കിൽ ചരക്ക് കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? രണ്ടാമത്തെ ചോദ്യമാണ്. അധികമായി ഒരാൾ പെർമിറ്റിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയുത്തരമല്ല. ഒരു ട്രക്കിൽ അല്ലെങ്കിൽ ചരക്ക് കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുചക്ര വാഹനത്തിൻ്റെ അടിസ്ഥാന സുരക്ഷാ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ്: സാരി ഗാർഡ്, ഇരുവശത്തും പില്യൺ ഡ്രൈവർക്കുള്ള ഫുഡ് റെസ്റ്റ്, പില്യൺ ഹാൻഡിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇരുചക്ര വാഹനത്തിൻ്റെ അടിസ്ഥാന സുരക്ഷാ ആവശ്യകതകൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നാലാമത്തെ ചോദ്യം. വിഭജിക്കാത്ത റോഡിൽ നീളത്തിൽ റോഡിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായ വെള്ളവരവുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: മുന്നറിയിപ്പ് വരകൾ, മറികടക്കാൻ പാടില്ല, മറുവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ മറികടക്കാം, ജാഗ്രതയോടെ മറികടക്കുക. ഇപ്പോൾ ഈ വരകളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം മറികടക്കാൻ പാടില്ല. ഓപ്ഷൻ സെലക്ട് ചെയ്തത് മാറിപ്പോയി. മറികടക്കാൻ പാടില്ല. അഞ്ചാമത്തെ ചോദ്യം. റോഡിൻ്റെ ക്യാരേജ് വേയുടെ എഡ്ജ് ലൈനിൽ ഇടവിട്ടിട്ടുള്ള വരകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ലൈൻ മുറിച്ചു കടക്കരുത്, പാർക്കിംഗ് ഏരിയ, ഒരു ക്രോസ് റോഡിനെ സൂചിപ്പിക്കുന്നു, തുടരുന്നതിന് മുമ്പ് നിർത്തുക. റോഡിൻ്റെ ക്യാരേജ് വേയുടെ എഡ്ജ് ലൈനിൽ ഇടവിട്ടിട്ടുള്ള വെള്ളവരകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 6. റോഡിൻ്റെ മധ്യഭാഗത്ത് ലാൻഡർ ഹാച്ചിങ് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ലാഡർ ഹാച്ചിങ്. ഓപ്ഷൻസ്: ഒരു മീഡിയന് തുല്യവും ഓവർടേക്കും നിരോധിച്ചിരിക്കുന്നു, എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ മറികടക്കാം, ഇരുവശത്തും ഓവർടേക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വാഹനങ്ങൾ മധ്യഭാഗത്ത് പാർക്ക് ചെയ്യാം. എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏഴാമത്തെ ചോദ്യം. ബോർഡർ ലൈനിലെ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ, അടിയന്തര ഓവർടേക്കിംഗ്, വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല, സൈഡ് റോഡ് സൂചന. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം. റോഡിൻ്റെ സ്ലിപ്പറി റോഡ് അടയാളം കാണുന്നിടത്ത് ഡ്രൈവർ എന്ത് ചെയ്യണം? ഗിയർ മാറ്റി വേഗത കുറയ്ക്കുക, വേഗത കുറയ്ക്കാൻ സഡൻ ബ്രേക്ക് ഉപയോഗിക്കുക, നിങ്ങൾക്ക് സുരക്ഷിതം എന്ന് തോന്നുന്നെങ്കിൽ അതേ വേഗതയിൽ തുടരുക, വഴുക്കൽ ഒഴിവാക്കാൻ ബ്രേക്കിങ്ങിനൊപ്പം ക്ലച്ചും അമർത്തുക. റോഡിൽ സ്ലിപ്പറി റോഡ് അടയാളം കാണുന്നിടത്ത് എന്ത് ചെയ്യണം? ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. സിഗ്നൽ ലൈറ്റോ പോലീസുകാരോ ഇല്ലാത്ത ഒരു കവലയിൽ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. മറ്റ് റോഡുകളിൽ നിന്നും കവലയിലേക്ക് വരുന്ന ഗതാഗതത്തിന് വഴി നൽകുക, ശരിയായ സിഗ്നൽ നൽകി ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക, നിങ്ങളുടെ വലതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നൽ നൽകിയ ശേഷം മുന്നോട്ട് പോകുക, നിങ്ങളുടെ ഇടതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നിങ്ങളുടെ വലതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നൽ നൽകിയ ശേഷം മുന്നോട്ട് പോകുക. അപ്പോൾ 10ാമത്തെ ചോദ്യം. എന്താണ് ടെയിൽ ഗേറ്റിംഗ്? അപകടകരമായ രീതിയിൽ വാഹനത്തിന് മുന്നിൽ വളരെ അടുത്തുള്ള ഡ്രൈവിംഗ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി. വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കൽ.
ഓപ്ഷൻ സി മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് കുറഞ്ഞത് 7 മീറ്റർ എങ്കിലും അകലം പാലിക്കൽ. ഓപ്ഷൻ ഡി മുന്നിലുള്ള വാഹനത്തിൻ്റെ തൊട്ടു പിന്നിൽ വാഹനം ഓടിക്കുന്നത്. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം, എന്താണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്? ഓപ്ഷൻസ്: മറ്റുള്ള ഡ്രൈവർമാരെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളുടെയും റോഡ് അടയാളങ്ങളുടെയും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനമോടിക്കുക. റോഡ് അടയാളങ്ങൾ പരിഗണിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഡ്രൈവിംഗ്. മറ്റ് റോഡ് ഉപയോക്താക്കൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ജാഗ്രത പുലർത്തുമെന്ന അനുമാനത്തിൽ വാഹനം ഓടിക്കുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളുടെയും റോഡ് അടയാളങ്ങളുടെയും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ വാഹനം ഓടിക്കുന്നതാണ് സെൽഫ് ഡിഫെൻസിങ് അല്ലെങ്കിൽ ഡിഫെൻസീവ് ഡ്രൈവിംഗ്. നമുക്ക് 12ാമത്തെ ചോദ്യം, ലോറികളിൽ ചരക്കുകൾ കയറ്റുമ്പോൾ 30 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. എ. ബി. ഇരുവശത്തേക്കും ചരക്ക് തള്ളി നിൽക്കാൻ പാടില്ല. സി. 50 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. ഡി. 100 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ചോദ്യം, റൗണ്ട് അബൌട്ടിൽ വാഹനമുള്ളപ്പോൾ. ഓപ്ഷൻസ്: റൗണ്ട് അബൌട്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, റൗണ്ട് അബൌട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, റൗണ്ട് അബൌട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. പൊതുസ്ഥലത്ത് ഒരു വാഹനത്തെ അപകടകരമായ നിലയിൽ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ MV ആക്ട് ലംഘിക്കുകയാണ്. ഏത് ആക്ടാണ് ലംഘിക്കുന്നത്? വകുപ്പ് 121, വകുപ്പ് 122, വകുപ്പ് 185, വകുപ്പ് 129. വകുപ്പ് 121 ആക്ട്, MV 121, MV ആക്ട് 121, MV ആക്ട് 122, MV ആക്ട് 185, 129. ഏതാണ് ഉത്തരം? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പഠിച്ചല്ലോ. 15. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് നിയന്ത്രണമുള്ള വാഹനം ഉപയോഗിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് ബോർഡ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പ്രദർശിപ്പിക്കുക. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിന് ഉപകരണം ഉപയോഗിക്കുക. മുകളിൽ പറഞ്ഞവ രണ്ടും ഉപയോഗിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദമില്ല. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലെങ്കിൽ രണ്ടും എന്ന് പറഞ്ഞത് ഒരു മുന്നറിയിപ്പ് ബോർഡ് പ്രദർശിപ്പിക്കുക, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിന് ഉപകരണം ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മുകളിൽ പറഞ്ഞ് രണ്ടും ഉപയോഗിച്ച് എയും ബിയും ആണ് ഉത്തരം. 16. ചുവപ്പ് ഓർ പേർപ്പിൾ റോഡ് മാർക്കിങ്ങുകൾ പ്രാഥമികമായി ഉപയോഗിക്കുന്നത് എവിടെയാണ്? അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിന്, സുഗമമായ ഗതാഗതം മനസ്സിലാക്കാൻ, തിരക്കേറിയ റോഡുകൾ അറിയാൻ, കാഴ്ചക്കുറവുള്ള റോഡുകളെ തിരിച്ചറിയാൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 17. മോട്ടോർ സൈക്കിൾ യാത്രക്കാർ സാധാരണയായി അപകടമുണ്ടാക്കുന്നത് എങ്ങനെ? അമിത വേഗത, ട്രിപ്പിൾ റൈഡിംഗ്, സിഗ്സാഗ് രീതിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വാഹനങ്ങളെ വളരെ അടുത്തുകൂടി പോകുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അമിത വേഗതയും ട്രിപ്പിൾ റൈഡിങ്ങും അടുത്തുകൂടി പോകുന്നതും. 18ാമത്തെ ചോദ്യം, ഒരു യു ടേൺ എടുക്കുന്നതിന് മുമ്പ് ഒരു ഡ്രൈവർ എന്താണ് പരിശോധിക്കേണ്ടത്? എതിർദിശയിലെ ഗതാഗതം, കാലാവസ്ഥാ സാഹചര്യം, ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശകളിലുമുള്ള ട്രാഫിക്കും, വാഹനത്തിൻ്റെ ഇന്ധന നില. ഇതിൻ്റെ ഉത്തരം വരുന്നത് സി ആണ്. ബ്ലൈൻഡ് സ്പോട്ടും എല്ലാ ദിശയിലുള്ള ട്രാഫിക്കും നോക്കണം. എല്ലാ ദിശയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വലത്തും ഇടത്തും, ചിലപ്പോൾ 4 വേയിലാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും.
19ാമത്തെ ചോദ്യം, എപ്പോഴാണ് വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ നിയമം ബാധകമാകാത്തത്? ഓപ്ഷൻസ്: വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ, ട്രാഫിക് ലൈറ്റുകളോ അടയാളങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കുമ്പോൾ, വാഹനങ്ങൾ പതുക്കെ നീങ്ങുമ്പോൾ, റോഡ് ശൂന്യമായപ്പോൾ. ബാധകമല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ഈ ഒരു 32ാമത്തെ ലെവലിലെ അവസാനത്തെ ചോദ്യമായ 20ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു ഇന്റർസെക്ഷനിലെ ഗതാഗതം സ്തംഭിച്ചാൽ ഡ്രൈവർ എന്തു ചെയ്യണം? ശ്രദ്ധിച്ച് ഇന്റർസെക്ഷനിലേക്ക് പ്രവേശിക്കുക, മറ്റു ഡ്രൈവർമാരെ അലേർട്ട് ചെയ്യുന്നതിനായി ഹോൺ മുഴക്കുക, കുറഞ്ഞ വേഗതയിൽ കവലയിലൂടെ ഡ്രൈവ് ചെയ്യുക, പ്രവേശിക്കുന്നതിന് മുമ്പ് ട്രാഫിക് ക്ലിയർ ആകുന്നതുവരെ കാത്തിരിക്കുക. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രവേശിക്കുന്നതിന് മുമ്പ് ട്രാഫിക് ക്ലിയർ ആകുന്നതുവരെ കാത്തിരിക്കുക, തിടുക്കം കൂട്ടാൻ പാടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.